ഏറ്റുമാനൂരിലെ 2020 സ്ഥാനാർത്ഥി വീണ നായർക്ക് വോട്ടില്ല. ചങ്ങനാശ്ശേരി മണ്ഡലത്തിൽ വോട്ടുണ്ടെന്നാണ് നടി വീണ നായർ കരുതിയത്. നേരത്തെ വോട്ടില്ലാത്തതിന്റെ പേരിൽ പെരുമ്പാവൂരിലെ NDA സ്ഥാനാർത്ഥിയായ നടി ലക്ഷ്മി പ്രിയയെ മാറ്റിയിരുന്നു. ജോസി ബാബുകളുമായി ചേർന്നു. ജോസി, ഇപ്പോൾ ഇറക്കുന്ന സീരിയൽ നടിമാർക്കൊന്നും വോട്ടില്ല എന്നാണോ? തീർച്ചയായും അജിംസ് അങ്ങനെ തന്നെ വേണം പറയാൻ. കാരണം 2020യുടെ സ്ഥാനാർത്ഥി പട്ടിക സിനിമ സീരിയൽ പോസ്റ്റർ പോലെയായിരുന്നു. പ്രധാനപ്പെട്ട സിനിമ സീരിയൽ താരങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള സ്ഥാനാർത്ഥി പട്ടികയാണ് 2020 പുറപ്പെടുവിച്ചിരുന്നത്. അത് ആദ്യം ലക്ഷ്മി പ്രിയയ്ക്ക് ഇത്തരത്തിൽ പ്രഖ്യാപിച്ച സ്ഥാനാർത്ഥിയായ പെരുമ്പാവൂരിൽ പ്രഖ്യാപിച്ച സ്ഥാനാർത്ഥിയായ ലക്ഷ്മി പ്രിയയ്ക്ക് വോട്ടില്ല എന്നുള്ള കാര്യം പുറത്തു വന്നിരുന്നതിന് ശേഷം അവർ സ്ഥാനാർത്ഥിയിൽ നിന്ന് പിൻവാങ്ങിയിരുന്നു. ഇപ്പോൾ ഈ വീണ നായരെ പിൻവാങ്ങുകയാണ്. അവരിപ്പോൾ അല്പം മുമ്പ് ഫേസ്ബുക്ക് ലൈവിലൂടെ താനും ഖേദപ്രകടനത്തോടെ പ്രിയപ്പെട്ട വോട്ടർമാരെ അറിയിക്കുന്നു, താനും പിൻവാങ്ങുന്നു എന്നുള്ള കാര്യമാണ് അറിയിച്ചിരിക്കുന്നത്. നേരത്തെ ഇവരുടെ പേര് വോട്ടർ പട്ടികയിലില്ല എന്നുള്ള വിവരം പുറത്തു വന്നിരുന്നു. അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് അവർ വരണാധികാരിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ജില്ലാ കളക്ടറേറ്റിലെത്തി ഉദ്യോഗസ്ഥരെ കാണുകയും ചെയ്തിരുന്നു. പക്ഷേ ഇവരുടെ പേര് വോട്ടർ പട്ടികയിലില്ല. ഈ ഒരു സാഹചര്യത്തിൽ അവർക്ക് മത്സരിക്കാൻ നിയമ തടസ്സമുണ്ട്. അതുകൊണ്ട് താൻ പിന്മാറുകയാണ് എന്നുള്ള കാര്യം ഇപ്പോൾ അല്പം മുമ്പ് ഫേസ്ബുക്ക് ലൈവിലൂടെ ഇപ്പോൾ വീണ നായർ പങ്കുവച്ചിട്ടുണ്ട്. എന്തായാലും കെട്ടി ഇറക്കി ആഘോഷിക്കപ്പെട്ട സമൂഹ മാധ്യമങ്ങളിൽ വലിയ ചർച്ചയാക്കിക്കൊണ്ട് 2020 മുന്നോട്ട് വെച്ച സ്ഥാനാർത്ഥികളിൽ ഇപ്പോൾ 2 പേരാണ് വോട്ടർ പട്ടികയിൽ പേരില്ല എന്നുള്ള കാര്യം കൊണ്ട് പുറത്താവുന്നത്. അടിസ്ഥാനപരമായി ഒരു സ്ഥാനാർത്ഥിയെ നിർത്തുമ്പോൾ ഏതൊരു രാഷ്ട്രീയ പാർട്ടിയും ആലോചിക്കുകയും അല്ലെങ്കിൽ അത് പരിശോധിക്കുകയും ചെയ്യേണ്ടത് അവർക്ക് വോട്ടർ പട്ടികയിൽ പേരുണ്ടോ അല്ലെങ്കിൽ മത്സരിക്കുന്നതിനുള്ള നിയമ തടസ്സങ്ങൾ എന്തെങ്കിലും ഉണ്ടോ എന്നുള്ള കാര്യങ്ങളാണ്. എന്നാൽ ഇക്കാര്യങ്ങളിലൊന്നും ഏറ്റവും പ്രാഥമികമായ കാര്യങ്ങളിൽ പോലും ഒരു പരിശോധന നടത്താതെയാണ് 2020 സ്ഥാനാർത്ഥി പട്ടികയുമായി മുന്നോട്ട് പോയതെന്നുള്ളത് തെളിയിക്കുന്നതാണ് ഇപ്പോൾ ഈ സംഭവം. എന്തായാലും VN വാസവനാണ് ഏറ്റുമാനൂരിലെ LDF സ്ഥാനാർത്ഥി. UDF സ്ഥാനാർത്ഥിയായി DCC പ്രസിഡന്റ് നാട്ടകം സുരേഷ് വരുമെന്നുള്ള സൂചനകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. കോൺഗ്രസിന്റെ 2ാം പട്ടികയിൽ അതും പുറത്തു വരും. അങ്ങനെ പ്രധാനപ്പെട്ട നേതാക്കൾ തമ്മിൽ മാറ്റിവെക്കുന്ന മണ്ഡലത്തിൽ NDAയുടെ സ്ഥാനാർത്ഥിയായി വീണ നായരും വരും. ആ നിലയ്ക്ക് വലിയ രാഷ്ട്രീയ ചർച്ചയിലേക്ക് കാര്യങ്ങൾ കടക്കുമെന്ന് വിചാരിച്ചിരുന്നു. പക്ഷേ ഇപ്പോൾ കാര്യങ്ങളെല്ലാം തകിടം മറിഞ്ഞിരിക്കുകയാണെന്ന്. എന്തായാലും NDA പകരം സ്ഥാനാർത്ഥിയെ അന്വേഷിക്കുന്നുണ്ട്. 2020യിലോട് തന്നെ പകരം സ്ഥാനാർത്ഥിയെ നൽകണമെന്നുള്ള ആവശ്യമാണ് NDA നേതൃത്വം മുന്നോട്ട് വെച്ചിരുന്നത്. നേരത്തെ BDJS ആയിരുന്നു ഏറ്റുമാനൂരിൽ NDAയുടെ ഭാഗമായി മത്സരിച്ചത്. ഇപ്പോൾ 2020 മുന്നണിയിൽ വന്നതിന് ശേഷമാണ് ഇപ്പോൾ 2020ക്ക് സീറ്റ് വിട്ടുകൊടുത്തത്. എന്തായാലും കോട്ടയം ചങ്ങനാശ്ശേരി സ്വദേശിയായ വീണ നായർക്ക് ഇപ്പോൾ വോട്ടില്ല എന്നുള്ള അറിഞ്ഞതോടുകൂടി അവരുടെ സ്ഥാനാർത്ഥിത്വത്തിൽ നിന്നും താൻ പിൻവാങ്ങുന്നു എന്നുള്ള കാര്യം അവർ തന്നെ ഫേസ്ബുക്ക് ലൈവിലൂടെ അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. അജിംസ്, ശരി.